നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വറുത്തരച്ച കറിയാണ്. അത് ട്രഡീഷണൽ കറിയല്ല, പക്ഷേ ഒരു വറുത്തരച്ച കറി ബാച്ചിലേഴ്സിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കറിയാണ്. ഇത് നമ്മൾ ആദ്യമായിട്ട് ചിക്കനിൽ കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് അതിനുശേഷം നമ്മൾ കുറച്ച് ചിക്കൻ മസാല ചേർക്കുക. നമ്മൾ എത്രയാണോ ആവശ്യം അത്രയും ചിക്കൻ മസാല നമ്മൾ ചേർക്കുക. അത് നമ്മുടെ ഇതിനനുസരിച്ചാണ്. നമ്മൾ എത്ര ചിക്കനാണോ വെക്കുന്നത്, എത്ര പേർക്കുള്ള കറിയാണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ മസാല ചേർക്കുക. ചിക്കൻ മസാല ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഇത് മിക്സ് ചെയ്യണം. ഇത് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചിക്കനിൽ ഈ മസാല, നമ്മൾ ചേർത്ത മസാല, അതായത് ഈ പൊടികളില്ല, അതായത് ചിക്കൻ മസാലയും മുളക് പൊടിയും നല്ലോണം മിക്സ് ആവണം ചിക്കനിൽ. ഇല്ലെങ്കിൽ ഇത് നല്ലോണം തേച്ച് പിടിപ്പിക്കണം, നല്ലോണം മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഉണ്ടാവില്ല, ഇത് വേവുമ്പോൾ ഇതിൻ്റെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ മസാല വേറെ ചിക്കൻ വേറെ എന്നുള്ള രീതിയിലായിപ്പോൾ ശരിക്കും നമ്മളിത് മാരിനേറ്റ് ചെയ്തില്ല. ഈ ചിക്കനിലേക്ക് മസാല പിടിക്കണം ശരിക്കും, അതിൻ്റെ ഉള്ളിലേക്ക് വരെ. നമ്മൾ കട്ട് ചെയ്തിടുമ്പോൾ നമ്മളൊന്ന് വരഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലോണം ഇതിൽ മസാല തേച്ച് പിടിപ്പിക്കുക. നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടുകൾ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണയിൽ നമ്മൾ വഴറ്റിയെടുക്കണം. തേങ്ങ ഇടുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോവ്സും പിന്നെ കുറച്ച് ഏലക്കായും പിന്നെ പട്ടയും, ഇത് മൂന്നും ചേർത്തിട്ട് നമ്മളൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിപ്പം എണ്ണയിലിട്ട് ഒന്ന് ചൂടായി, എണ്ണയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് വഴറ്റി, ഇത് കുറച്ച് സമയം ഇതൊന്ന് വാടി വരണം. ഈ സാധനങ്ങളൊക്കെ, നമ്മളിട്ട സാധനങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരണം. നമ്മൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ടു. നമ്മൾ ഇപ്പം കറിവേപ്പില ഇട്ടു, അതൊന്ന് ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് പിന്നെ അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് തേങ്ങയാണ്. നമ്മൾ ഓൾറെഡി വറുത്ത് കൊണ്ടുവന്ന കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് തേങ്ങ നമ്മൾ വറുത്ത് കൊണ്ടുവന്നിരുന്നു. അത് നമ്മൾ ഒന്നുകൂടെ നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് ഇവിടുന്ന്. തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം അതിൽ കുറച്ച് ഗരം മസാല ഇടുക. ഗരം മസാല ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ ജീരക പൗഡർ ഇടുന്നു. നമ്മൾ പൊടിച്ചതല്ല വാങ്ങിയിട്ട്, നമ്മൾ വാങ്ങിയത് തന്നെയാണ്, പൗഡറായിട്ട് വാങ്ങിയത് തന്നെയാണ്. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ഇടുക. നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇടണം. എത്രയാണ് നമുക്ക് വേണ്ടത് അത്രയും മല്ലിപ്പൊടി നമ്മൾ ഇടണം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അതും ആവശ്യത്തിനാണ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിരിക്കും എത്ര മഞ്ഞൾപ്പൊടി ഇടണം എന്നുള്ളത്. അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇടുക. നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്നതിൽ നമ്മൾ ചിക്കൻ മസാല ചേർക്കുന്നില്ല. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇടണം. മുളക് പൊടി നമ്മൾ എത്രയാണോ എരിവ് വേണ്ടത് എന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇടണം. കളറിനും ചില ആൾക്കാർ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. നമ്മളിനി മുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഏതാണ്ട് നമ്മുടെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വറുത്ത തേങ്ങയും ബാക്കിയുള്ളതും കൂടെ ഒന്ന് പച്ചമണം മാറുന്നവരെ നമ്മൾ വഴറ്റിയെടുത്തിട്ട് നമ്മളൊന്ന് ഒരു ചെറിയ ചൂടാറുന്നവരൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളിത് നമ്മുടെ പച്ചക്കറിയാണ്, ഉള്ളി, തക്കാളി ഇതൊക്കെ നമ്മൾ അരിയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. നമ്മളിപ്പോൾ ഈ വറുത്ത് വെച്ച ഈ ഒരു മസാല നമ്മൾ ഇനിയിപ്പോൾ അരയ്ക്കാൻ പോവുകയാണ് മിക്സിയിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് ഈ പൊടികളെല്ലാം കറക്റ്റായിട്ട് മുഴുവനായിട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
അതിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് കുറച്ച് നമ്മൾ എത്രയാണോ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആ വെള്ളവും ചേർത്തിട്ട് നമ്മളിത് നല്ല രീതിയിൽ നല്ല കുഴമ്പ് രൂപത്തിൽ, അതായത് നമ്മൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ല ചാന്ത് രൂപത്തിൽ അരച്ചെടുക്കുക. നല്ല മസാലയായിട്ട് നമ്മളിത് അരച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മളിത് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ്ടോ നല്ല രീതിയിൽ നല്ല ചമ്മന്തി പോലെ, മീൻസ് നല്ല തേങ്ങാ ചമ്മന്തി പോലെ, നമ്മൾ ഇഡ്ഡലിക്കൊക്കെ കൂട്ടുന്ന നല്ല കൊഴുത്ത തേങ്ങാ ചമ്മന്തി പോലെ നമ്മൾ അങ്ങനെയും നൈസായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് മസാല. അപ്പോൾ ഈ മസാല എല്ലാം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരച്ചെടുത്തത് അങ്ങനെ തന്നെ വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സവാളയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ട ഒരു സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചതയ്ക്കാനുണ്ട്. നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും നമ്മളിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിൽ ഈ കല്ലിൽ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ പഴയ ഈ ആട്ടുകല്ലിൻ്റെ രൂപത്തിലുള്ള കുഞ്ഞ് സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി കട്ട് ചെയ്ത് വെച്ചു, സവാള കട്ട് ചെയ്ത് വെച്ചു, പിന്നെ ഇഞ്ചിയും പച്ചമുളകും, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കൻ മസാല പുരട്ടി വെച്ചത്, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട മസാല പൊടികളൊക്കെ ഇവിടെയുണ്ട്. ഇത് നമ്മളത് ചതയ്ക്കാൻ ഉപയോഗിച്ച ഇത്, പിന്നെ നമ്മൾ അരച്ച തേങ്ങ അരപ്പുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്കർ ചെറിയൊരു ഫ്ലെയിമിൽ നമ്മൾ ഗ്യാസിലേക്ക് വെക്കുക. അതിൻ്റെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഇത് അതിൻ്റെ ബോഡിയിലാവാൻ വേണ്ടി മാത്രം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ മേലെ ഇടാനുള്ളത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിരിക്കും. ചില ആൾക്കാരിടും, ചില ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതുണ്ടാകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു രുചി. അപ്പോൾ നമ്മൾ അതിന് നമുക്കിഷ്ടമാണെങ്കിൽ നമ്മളിതിടുക, അല്ലെങ്കിൽ നമുക്കിത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിൽ ഒരു വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളതിൻ്റെ പച്ചമണം മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഒന്ന് ചൂടായി വരുന്നവരെ ജസ്റ്റ് ആദ്യം ഒന്ന് വഴറ്റുക. എന്നിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുക. നമ്മൾ ആ പാത്രത്തിലുള്ളത് അങ്ങനെ വഴിച്ച് അതിലേക്കിടുക, ആ കുക്കറിലേക്കിടുക. എന്നിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ഇത് ചതയ്ക്കാൻ ഉപയോഗിച്ച ആ കല്ലിലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു സത്ത് മുഴുവൻ, അതിൻ്റെ ആ നീര് മുഴുവൻ നമ്മൾ കുറച്ച് ഇത്തിരി വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക, കുക്കറിലേക്ക് ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുക. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ നോക്കണം. നമ്മൾ നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. ഏതാണ്ട് ഇതിൻ്റെ പച്ചമണം മാറിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ച സവാള നമുക്കിതിൽ ചേർക്കാം. നമ്മൾ അതിൽ പാത്രത്തിലുള്ള മൊത്തം സവാള എത്രയാണോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ മാക്സിമം അതെല്ലാം കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഈ സവാളയുടെ പച്ചമണവും മാറുന്നത് വരെ നമ്മളിതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന് തക്കാളിയും കൂടെ ചേർക്കണം. തക്കാളി ചേർക്കുന്നതിന് മുമ്പേ സവാള ഒന്ന് വഴറ്റി ഒന്ന് ഇതായി വരണം. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം, ആ കുത്തൽ ഒന്ന് മാറിക്കിട്ടണം. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സവാള പെട്ടെന്ന് വഴറ്റാൻ പറ്റും. അതിൻ്റെ കളറ് പെട്ടെന്ന് മാറും. അത് പെട്ടെന്നൊന്ന് വാടിക്കിട്ടും സവാള. നമ്മൾ എപ്പോൾ നമ്മൾ സവാള വഴറ്റുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. അങ്ങനെ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റുക കുറച്ച് സമയം പ്രോപ്പറായിട്ട്. കുറച്ചൊന്ന് സവാള വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. സ്വല്പം എരിവിന് നല്ലതാണ് കുരുമുളക് പൊടി. കുരുമുളക് ഭക്ഷണത്തിൽ കലർത്തുന്നത് നല്ലൊരു ഇതാണ്.
നല്ലൊരു ഒരു ഭക്ഷണശീലത്തിൻ്റെ ഒരു ലക്ഷണം കൂടെയാണ് കുരുമുളക്. മറ്റുള്ള മുളകുകളേക്കാൾ നല്ലൊരു എരിവ് ഒക്കെയുള്ളൊരു ഇതാണ്. ഇതിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ശേഷം നമ്മൾ തക്കാളി ചേർക്കുക. തക്കാളി നല്ലോണം ഉടഞ്ഞു വരണം, അല്ലെങ്കിൽ നല്ലോണം വഴറ്റി മീൻസ് വാടി വരണം. തക്കാളിയുടെ ആ പച്ച ടേസ്റ്റ്, ആ പുള്ളി ടേസ്റ്റൊക്കെ മാറി വരണം. നല്ലോണം വഴറ്റുക, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കരിഞ്ഞു പോകാൻ ഇതിരിക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ നല്ലോണം ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഇതിൽ നമ്മൾ ചേർക്കുന്നത്. നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടായിരുന്നില്ലേ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സവാളയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചിക്കൻ മിക്സ് ചെയ്യണം. പിന്നെ നല്ലോണം ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചിക്കൻ അതിലേക്ക് മിക്സ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് പറയാൻ മറന്നതാണ്. നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലയില്ലേ, നല്ല കൊഴുപ്പാർന്ന മസാലയില്ലേ, ആ മസാല നമ്മൾ ഈ വഴറ്റുന്നതിൽ ആഡ് ചെയ്യണം. നമ്മളതിൽ ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഇതിൻ്റെ ഈ മസാലയുടെയും കുത്തൽ മാറുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നല്ലോണം വേവിക്കണം. ഇത് ഒരു ഇളം ചൂടിൽ, അല്ലെങ്കിൽ സിമ്മിലായിട്ട് നമ്മൾ സ്റ്റൗ നല്ല സിമ്മിലായിട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യണം. നമ്മൾ ഈ മസാല ഇപ്പോൾ അത് അരച്ചതിൽ നിന്ന് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി ബാക്കി വന്ന, അതായത് നമുക്ക് ഇടാൻ പറ്റാത്ത, അതിലേക്ക് കൈകൊണ്ട് ചെയ്തിടാൻ പറ്റാത്ത മസാല വരെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന മസാല ഉണ്ടാവും നമ്മൾ അരയ്ക്കുമ്പോൾ ആയത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാലയൊക്കെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട്, അത് അരപ്പിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട്, ഇത്തിരി വെള്ളവും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇത് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ വഴറ്റിയ തക്കാളിയും ഉള്ളിയും സവാളയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടെ ഈ മസാലയിലൊന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് മീൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കണം. നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇനിയിപ്പം അതൊന്ന് ചെയ്തതിന് ശേഷം ഇനിയിപ്പം ചിക്കൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, ആ ചിക്കൻ ഇപ്പം ആ മസാലയും അരപ്പൊക്കെ ചേർത്ത് ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇട്ടിരിക്കുകയാണ് വേവിക്കാൻ വേണ്ടിയിട്ട്. എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കുക്കറിലിട്ടതിന് ശേഷം നല്ലോണം നമ്മൾ നേരത്തെ ഇട്ട ആ അരപ്പും ആ ഒരു മസാലയും മൊത്തം ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നമ്മളൊന്ന് മിക്സ് ചെയ്യണം.
നല്ല രീതിയിൽ നമ്മളൊന്ന് ഇളക്കി അടിയുന്നേ നമ്മൾ കോരിയെടുത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലും മാത്രമേ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ നേരത്തെ ആ അരപ്പും ആ ഒരു വെജിറ്റബിൾസും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സായി കറക്റ്റായിട്ട് ഒരു വെന്ത് വരും. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇങ്ങനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കർ വിസിലൊക്കെ ഇടണം. വിസിലൊക്കെ ഇട്ടിട്ട് കുക്കർ അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് നല്ലൊരു ഫ്ലെയിമിൽ അത് ഒന്ന് തിളപ്പിക്കുക. നമ്മളിതിനെ 3 വിസിലായിട്ടോ നോക്കിയത്. അപ്പോൾ 3 വിസിലടിച്ച് കഴിഞ്ഞ് ഇപ്പം നല്ല വെന്ത് നല്ല പരുവത്തിലായിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചിക്കൻ ഉടഞ്ഞു പോകാണ്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ ആ തിളച്ച ആ ഒരു വെള്ളത്തിൽ നമ്മൾ അധികം ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. കാരണം ചിക്കൻ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വെന്ത് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഉള്ള വെള്ളം വരും. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പാൻ വെച്ചിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമ്മൾ ഈ ചിക്കനും ഈ ഒരു വെന്ത് വന്ന ഈ ഒരു മസാലയൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് തിളപ്പിക്കണം. നമ്മൾ തിളപ്പിച്ച് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറിയിലേക്കൊക്കെ നമ്മൾ ചിക്കൻ മസാല ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ ചിക്കൻ മസാലയും ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇനിയാണ്. എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ലോ ഫ്ലെയിമിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊന്ന് തിളപ്പിക്കുക. ഇപ്പം ഫ്ലെയിം ഓൺ ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ചിക്കൻ മസാല നമ്മളിതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചതുകൊണ്ട് ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. ഇതിപ്പം ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല ഇതൊരു കുഞ്ഞി പാക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ 10 രൂപയുടെ ആ പാക്കറ്റ് മൊത്തം നമ്മൾ ഇതിൽ ഇടുന്നുണ്ട്. അപ്പം ആവശ്യക്കാർക്ക് എങ്ങനെയാണോ അതിൻ്റെ ടേസ്റ്റ് അതിനനുസരിച്ചാണ് നമ്മൾ മസാല ഇടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല ഇട്ടതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. ഈ മസാലയുടെ കുത്തലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല നമ്മളിപ്പോൾ ഇട്ട ചിക്കൻ മസാല കറിയുടെ എല്ലാ ഭാഗത്തും എല്ലാ പീസിലും എത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ലോണം മിക്സ് ആവാൻ ആ ഒരു കറിയുടെ ചാറിൽ നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചേർക്കുക. ഇനി അഥവാ എരിവ് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇൻ കേസ് എരിവ് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എരിവിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ചില ആൾക്കാർ വെള്ളം ചേർക്കും, പക്ഷേ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുക. അത് ജസ്റ്റ് ഒരു പുളി പോലത്തെ ഒരു മധുരം പോലത്തെ വരും. ചില ആൾക്കാർ അവിടെ ഷുഗറും ചേർക്കുന്ന കാണാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏതാണ്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഏതാണ്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുമില്ല, നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു. ആ ചപ്പാത്തിയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ചിക്കൻ കറി സെർവ് ചെയ്യാം. നമുക്കിനി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് നമുക്കിനി സെർവ് ചെയ്യാം. ഇത്രയാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ്. ഞങ്ങൾ തന്നെ ഇതിന് പേരിട്ടേക്കുന്ന ബാച്ചിലേഴ്സ് ചിക്കൻ കറി എന്നാണ്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ്.